സത്യത്തിൽ നമ്മൾ വാങ്ങുന്ന പ്രീമിയം പ്രോഡക്ട്സ് ഒക്കെ ആ പ്രോഡക്റ്റിന്റെ ഫീച്ചർ കണ്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കണ്ടിട്ടോ ആണോ? ഒരിക്കലുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. ഇവിടെ എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരാം. നമ്മൾ കൂടുതൽ ആളുകളും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് ഒരിക്കലും അതിന്റെ ഫീച്ചർ കണ്ടിട്ടോ ബെനിഫിറ്റ് കണ്ടിട്ടോ അല്ല, മറിച്ച് അത് നമ്മളുടെ ആ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു ആ ഒരു ഐഡന്റിറ്റി കാരണമാണ് കൂടുതൽ ആളുകളും പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കാറ്റഗറിയിൽ കൂടുതൽ ആൾക്കാരും ഐഫോൺ എന്ന ബ്രാൻഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ, ആ ഐഫോൺ എന്നുള്ള ഫോൺ നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ മറ്റുള്ളവർ നമ്മളെ നോക്കിക്കാണുന്ന ഒരു രീതി ഉണ്ട് അല്ലേ? ആ ഒരു കാര്യത്തെ ആലോചിച്ചിട്ടാണ് കൂടുതൽ ആളുകളും ആ ഒരു ഐഡന്റിറ്റി ആലോചിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും പർച്ചേസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഐഫോൺ എന്ന ബ്രാൻഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഒരു നല്ല ഷൂ ബ്രാൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ലൊരു ക്ലോത്തിങ് ബ്രാൻഡ് ആയിക്കോട്ടെ, ഇതൊക്കെ ആളുകൾ ചൂസ് ചെയ്യുന്ന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മാർക്കറ്റിംഗ് ലെസൺ എന്നുള്ളതിൽ people don't buy what you sell, but they buy who they become after buying it. ഇതാണ് ഇന്നത്തെ മാർക്കറ്റിംഗ് ലെസൺ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി കോണ്ടന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്ത് കൂടെ കൂടാനും മറന്നേക്കല്ലേ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.